ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ബട്ടൂരയും ഇതിൻ്റെ കൂടെ കഴിക്കാൻ ബെസ്റ്റ് കോമ്പിനേഷൻ ആയിട്ടുള്ള ബട്ടർ ചിക്കനുമാണ്. രാവിലെയും രാത്രിയൊക്കെ കഴിക്കാൻ പറ്റിയ അടിപൊളി റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നമുക്കിതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് 1.5 ടീസ്പൂൺ ഈസ്റ്റാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതിലേക്ക് 1 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇനി ഇളം ചൂടുള്ള പാലാണ് ഒഴിച്ചെടുക്കുന്നത്. 250 ml കപ്പിൽ 3/4 കപ്പ് ഇളം ചൂടുള്ള പാൽ ഒഴിച്ചെടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് 10 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. 10 മിനിറ്റ് കഴിയുമ്പോഴേക്കും നല്ലോണം പൊങ്ങി വന്നോളും. ഇനി ഒരു ബൗളിലേക്ക് 250 ml കപ്പിൽ 3 കപ്പ് മൈദയാണ് ഇട്ടെടുക്കുന്നത്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ തൈര് ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടി ഒഴിച്ചെടുക്കുന്നുണ്ട്. ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പും കൂടി സമയത്ത് ഇട്ടെടുക്കാം. ഇത് നമ്മൾ നേരത്തെ പൊങ്ങാൻ വെച്ചിട്ടുള്ള ഈസ്റ്റ് നന്നായിട്ട് പൊങ്ങി കിട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് ഒഴിച്ചെടുക്കാം. ഇനി കൈകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. നമ്മളിതിലേക്ക് ഒഴിച്ചിട്ടുള്ള പാലിൻ്റെ അളവ് പാക അളവാണ്. കുറച്ച് ടൈറ്റായിട്ടാണ് തോന്നുന്നതെങ്കിൽ കുറച്ച് ചുടുവെള്ളം ചേർത്തിട്ട് ഒന്നും കൂടി കുഴച്ചെടുക്കാം. നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ഓയിൽ പുരട്ടി കൊടുക്കാം. ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഏകദേശം 2 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കുക. ചൂടുള്ള സ്ഥലമാണെന്നുണ്ടെങ്കിൽ 1-1.5 മണിക്കൂർ കൊണ്ട് പൊങ്ങിക്കിട്ടും. അല്ലെങ്കിൽ എന്തായാലും 2-2.5 മണിക്കൂറാവും പൊങ്ങി കിട്ടാനായിട്ട്. ഇനി നമുക്ക് ഇതിലേക്കുള്ള ബട്ടർ ചിക്കൻ റെഡിയാക്കി എടുക്കാം. അതിനായിട്ടൊരു പാനിലേക്ക് 50 ഗ്രാം ബട്ടറാണ് ഇട്ട് കൊടുക്കുന്നത്. ബട്ടർ ഒന്ന് മെൽറ്റായി വന്നാൽ ഇതിലേക്ക് 3 ഏലക്ക, 4 ഗ്രാമ്പും ചെറിയൊരു കഷ്ണം പട്ടയും കൂടി ഇട്ടെടുക്കാം. ഇനി 7 അല്ലി വെളുത്തുള്ളിയും ചെറിയൊരു കഷ്ണം ഇഞ്ചിയും കൂടി ചതച്ചെടുത്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ റോസ് സ്മെല്ലൊക്കെ ഒന്ന് മാറി കിട്ടോളം വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ചിക്കൻ ആദ്യം ഗരം മസാലയും കുരുമുളകും ഉപ്പും കൂടി ചേർത്തിട്ട് വേവിച്ചെടുത്തതാണ്. അപ്പോൾ ഇതിൽ വെള്ളമൊക്കെ മാറ്റിയതിന് ശേഷം ചിക്കൻ മാത്രമാണ് ഒഴിച്ചെടുക്കുന്നത്. ഇനി ഈ ബട്ടറിൽ കിടന്നിട്ട് ചിക്കൻ ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം. ചെറുതായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുത്താൽ മതി. ഹൈ ഫ്ലെയിമിൽ വെക്കേണ്ട, മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ചിക്കൻ ചെറുതായിട്ടൊന്ന് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി മീഡിയം സൈസിലുള്ള 2 സവാള ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഇതൊന്ന് മിക്സിയുടെ ചെറിയ ജാറിൽ ഇട്ടിട്ട് ഒന്ന് പേസ്റ്റ് ആക്കി എടുക്കാം. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് പേസ്റ്റ് ആക്കി എടുത്താൽ മതി. അപ്പോൾ പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒഴിച്ചെടുക്കാം. ഈ ജാറിൽ കുറച്ച് വെള്ളം ഒഴിച്ചെടുത്തിട്ട് ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. സവാള നല്ലോണം മിക്സായി വന്നതിന് ശേഷം 2 വലിയ തക്കാളി മിക്സിയിൽ അടിച്ചെടുത്തിട്ട് ഒഴിച്ചെടുക്കാം. ഇതിലെ റോസ് സ്മെല്ലൊക്കെ ഒന്ന് മാറി കിട്ടോളം വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിതിലേക്ക് 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ബട്ടർ ചിക്കനിലേക്ക് അധികം ആളുകളും മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാറില്ല. പക്ഷേ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുമ്പോൾ എനിക്ക് നല്ല ടേസ്റ്റായിട്ടാണ് തോന്നിയത്. അതുകൊണ്ട് ഓപ്ഷണലാണ്, വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് കുറച്ച് നേരം വഴറ്റിയെടുക്കുമ്പോൾ ഇതിലുള്ള എണ്ണയൊക്കെ ഒന്ന് മുകളിലേക്ക് തെളിഞ്ഞു വരും. അതുവരെ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ എണ്ണയൊക്കെ നല്ലോണം തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഇത് നമ്മൾ നേരത്തെ ചിക്കൻ വേവിച്ചപ്പോഴുള്ള ചിക്കൻ സ്റ്റോക്കാണ് ഇതിലേക്ക് ഒഴിച്ചെടുക്കുന്നത്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ചിക്കൻ വേവിക്കുമ്പോൾ ഗരം മസാല ചേർത്ത് കൊടുത്തുകൊണ്ട് തന്നെ ഇതിലേക്ക് ഗരം മസാലയൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. ഇതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് അരച്ച് ചേർത്ത് കൊടുക്കാം. അപ്പോൾ കുറച്ച് നേരത്തെ ഒരു 6-7 അണ്ടിപ്പരിപ്പ് വെള്ളത്തിട്ട് വെച്ചിരുന്നു. അതിലേക്കൊന്ന് അരച്ച് കൊടുക്കുന്നുണ്ട്.
ഇതിൻ്റെ കൂടെ തന്നെ ഫ്രഷ് ക്രീമാണ് ഒഴിച്ചെടുക്കുന്നത്. നല്ല ക്രീമി ടെക്സ്ചറായിട്ടാണ് ബട്ടർ ചിക്കൻ ഉണ്ടാവുക. അതുകൊണ്ട് 1/2 കപ്പ് ഫ്രഷ് ക്രീം എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒഴിച്ചെടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കുറച്ച് വെള്ളം കൂടി ഒഴിച്ചെടുക്കാം. കൂടുതലായിട്ട് വെള്ളം ഒഴിച്ചെടുക്കണ്ട. കുറച്ച് ക്രീമായിട്ടാണല്ലോ ബട്ടർ ചിക്കൻ ഉണ്ടാവുക. അപ്പോൾ ആ ഒരു തിക്നെസ്സിൽ നമുക്ക് ഇത് കിട്ടണം. അതുകൊണ്ട് കുറച്ച് വെള്ളം ഒഴിച്ചെടുത്താൽ മതി. ഇനി ഫ്രഷ് ക്രീം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അത് സ്കിപ്പ് ചെയ്യാം. അതിന് പകരം അണ്ടിപ്പരിപ്പ് അരച്ചത് എന്തായാലും ചേർത്ത് കൊടുക്കണം. അപ്പോഴതിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇനി ഒരു 2 മിനിറ്റ് നേരം നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ 2 മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കുമ്പോഴേക്കും നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് മല്ലിയിലയാണ് ഇട്ടെടുക്കുന്നത്. അപ്പോൾ നമ്മുടെ അടിപൊളി ബട്ടർ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മുടെ മാവ് ഒന്ന് തുറന്ന് നോക്കാം. മാവ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ഏകദേശം 1.5 മണിക്കൂർ കഴിഞ്ഞ് 2 മണിക്കൂർ ആവാനായി. അപ്പോഴേക്കും നല്ലോണം പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ചെറുതായിട്ടൊന്ന് കുഴച്ചെടുത്തതിന് ശേഷം ബോൾസ് ആക്കി എടുക്കാം. അപ്പോൾ ഞാനിവിടെ കുറച്ച് വലുപ്പത്തിലുള്ള ബോൾസ് ആക്കി എടുത്തിട്ടുണ്ട്. ചപ്പാത്തിക്കൊക്കെ എടുക്കുന്നതിനേക്കാളും കുറച്ച് വലുപ്പത്തിലായിട്ടാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് ബട്ടൂര കുറച്ച് കട്ടിയിലായിട്ടാണ് പരത്തിയെടുക്കേണ്ടത്. അപ്പോൾ കല്ലിൽ കുറച്ച് മൈദപ്പൊടി ഇട്ടെടുത്തതിന് ശേഷം ഓരോന്നായിട്ട് പരത്തിയെടുക്കാം. നല്ല വലുപ്പത്തിൽ പരത്തിയെടുക്കേണ്ട ആവശ്യമില്ല. കുറച്ച് കട്ടിയിലായിട്ട് ചെറുതാക്കി പരത്തിയെടുക്കാം. ഇതേപോലെ 4 കഷ്ണങ്ങളാക്കിയെടുക്കാം. അപ്പോൾ അത്യാവശ്യം കുറച്ച് തിക്നെസ്സിലായിട്ടാണ് പരത്തിയെടുത്തിട്ടുള്ളത്. അങ്ങനെ മുഴുവനായിട്ട് നമുക്ക് പരത്തിയെടുക്കാം. ഇനി ഇത് ഫ്രൈ ചെയ്തെടുക്കാം. ഓയിലൊന്ന് ചൂടായി കിട്ടിയാൽ ലോ ഫ്ലെയിമിലാക്കി വെക്കുക. എന്നിട്ട് ഓരോന്നായിട്ട് പൊരിച്ചെടുത്താൽ മതി. ഒരിക്കലും ഫ്ലെയിം കൂട്ടി വെക്കരുത്, പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് ചെയ്തെടുക്കാം. പൊങ്ങി വന്നാൽ മറിച്ചിട്ടെടുക്കാം. മുഴുവനായിട്ടും ഇങ്ങനെ ചെയ്തെടുക്കുക. പൊങ്ങി കിട്ടാൻ കുറച്ച് പ്രയാസം ഉണ്ടെങ്കിൽ ഇതിൻ്റെ മുകളിലായിട്ട് കോരിയൊണ്ടൊന്ന് ചെറുതായിട്ട് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ചെറിയ തീയിൽ വെച്ചിട്ടാണ് ഇത് ചെയ്തെടുക്കേണ്ടത്. ഫ്ലെയിം കൂട്ടി വെച്ചാൽ പെട്ടെന്ന് കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. ഉള്ളി വേവും ചെയ്യൂല. അപ്പോൾ ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ബട്ടൂരയും ബട്ടർ ചിക്കനും ഇവിടെ റെഡി ആയിട്ടുണ്ട്. രണ്ടും നല്ല അടിപൊളി കോംബോയാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീട്ടിൽ വിരുന്നുകാരൊക്കെ വന്നാൽ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ അടിപൊളി റെസിപ്പിയാണ്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും രാത്രിയിലും ഉണ്ടാക്കാൻ സൂപ്പറാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്